ഇത് മാട്ടുമന്ത ഇവിടെ അല്ലല്ലോ പറ്റില്ല. ഇത് എന്താണ് ബ്രോ? ഇതാണോ ബ്രോയുടെ യൂറോപ്യൻ മാട്ടുമന്ത? ഒരു യൂറോപ്യൻ ക്ലോസറ്റ് പോലും ഇല്ലടോ. ഞാൻ ഹാപ്പി ആണെങ്കിൽ ഞാൻ തന്നെ ഹാൻഡ് പിക്ക് ചെയ്യണം. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂ. പ്രധാനപ്പെട്ട സാധനം മാത്രം കിട്ടിയില്ല, ക്ലോസറ്റ്. എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ലോ നീ ഇങ്ങോട്ട് വരുന്നത്. ഒരു ക്യാമറ വാങ്ങാനുള്ള പൈസ ഇപ്പൊ നിനക്ക് വേണം. മന്ത് എൻ്റെ ആകാൻ ഇനി 5-6 ദിവസമേ ബാക്കിയുള്ളൂ. നീ അതിനു മുമ്പ് ഒരു സെയിലെങ്കിലും ചെയ്ത് കാണിക്കും. എനിക്കൊരു അടിപൊളി ക്ലോസറ്റ് വേണം. അടിപൊളി ക്ലോസറ്റോ? മാം, ഇവിടെയുള്ള എല്ലാം അടിപൊളിയാണ്. ഇതിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. മാഡത്തിന് എന്താ വേണ്ടെന്ന് ചോദിച്ചാൽ ഈ ഞാൻ തരും. വി ഹാവ് ഓൾ സൊല്യൂഷൻസ് ഫോർ എവറി സാനിറ്ററി പ്രോബ്ലംസ്. ലൈഫ് ഈസ് ഈസി, മേക്ക് ഇറ്റ് ഈസി. ഇതിപ്പോ എന്നെക്കാൾ കൂടുതൽ ഫോട്ടോ ക്ലോസറ്റിൻ്റെയാണ്. സാഹചര്യത്തിന്റെ സമ്മർദ്ദം അല്ലാണ്ട് എന്ത്. മാം, ഞാൻ കുറച്ച് ഫോട്ടോസ് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. മാമിന് ഏതെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ മാം ആ ക്ലോസറ്റ് ഇരിക്കും. ഞാനൊന്ന് നോക്കിയിട്ട് ഇപ്പോ സെലക്ട് ചെയ്തിട്ട് അയക്കാം. ഓക്കെ മാം, ഗുഡ് ചോയ്സ്. ഇത് പുതിയ ജാപ്പനീസ് ടെക്നോളജിയുള്ള ലൈറ്റ് വെയിറ്റ് ക്ലോസറ്റ് ആണ്. അതെ, മാമാണ് ആദ്യത്തെ കസ്റ്റമർ. ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഓക്കെ മാം. നീ എന്തിനാ ഇത് ഡെലിവറി ചെയ്യാന്നൊക്കെ പറഞ്ഞത്? എൻ്റെ പൊന്ന് പപ്പ, ഇന്നലെ ആകപ്പാട് കൂടി ഒരൊറ്റ കസ്റ്റമർ ഇവിടെ വന്നത്. അവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇത് എടുപ്പിക്കാനായിട്ട് ഡെലിവറി ചെയ്യാൻ ഏറ്റുപോയി. അതിനിപ്പോ എന്താ? അല്ല, ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല, ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത്? നമ്മൾ ഈ സാധനം അവിടെ കൊണ്ട് കൊടുത്തിട്ട് അതിന് വണ്ടിക്കൂലി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കിത് അവിടെ അവര് കൊണ്ടു കൊടുത്തു കഴിയുമ്പോൾ സാധനം വേണ്ട എന്നൊന്നും പറഞ്ഞാൽ തിരിച്ചെടുക്കാനും പറ്റത്തില്ല. ഇത് ഞാൻ ഏറ്റുപോയതല്ലേ, ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വിറ്റോളാം. പപ്പ ഇതിൽ ഇടപെടണ്ട. ആയിക്കോട്ടെ, ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് ആ വണ്ടി ഒന്ന് തരുമോ? എന്തിന്? ഈ ഡെലിവറിക്കോ? അതിനെന്തിനാ വണ്ടി? കൊണ്ട് കൊടുത്തിട്ടോ? കൊടുത്തോളാം. ആയിക്കോട്ടെ. കൊടുത്തോളാം. നേരെ എൻ്റെ പപ്പ തന്നെയാണ്. എടാ, ദാസേട്ടാ, മാട്ടുമത്തല്ലേ കാണാ? ഞാനുണ്ട്. എൻ്റെ പൊന്ന് ദാസേട്ടാ, ദാസേട്ട ഇല്ലാന്ന് ഞാൻ പെട്ടുപോയെന്ന്. എൻ്റെ പൊന്ന്. ചേട്ടാ, ചേട്ടാ, അങ്ങോട്ട് ചേട്ടാ, ഒന്ന് അങ്ങോട്ടാക്ക. ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഒന്ന് അങ്ങോട്ടാക്ക. ഇല്ലെന്ന് എനിക്ക് പോയിട്ട് വരെ കാര്യമുള്ളൂ. ആ സാധനം കിട്ടുന്നു പോ. എണ്ണ വേണം പറയാം. ചേട്ടാ, അതെ അങ്ങോട്ടേ ഒന്ന് പോളെടുക്ക. അവനവൻ്റെ ഒരു കക്കൂസും. ഹലോ മാം, ഞാൻ ഇവിടെ ഉണ്ട്. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? ഹലോ. ഹായ് മാം, ക്ലോസറ്റ് റെഡി. റെഡിയായോ? എവിടെ? കുറച്ച് വെള്ളം തരൂ.
എടോ തനിക്ക് എന്താ കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടോ? എന്താ മാം? ഇതാ ഫോട്ടോയിൽ കണ്ട കളർ അല്ലല്ലോ. മാം ഇത് ഫോട്ടോയിൽ കണ്ട സെയിം മോഡലാണ്, പിന്നെ കളറിന് കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഇതാണ് അടിപൊളി. എനിക്ക് ആ ഫോട്ടോയിൽ കണ്ട സാധനം തന്നെ വേണം. മാം ഇതിനാണിപ്പോ കൂടുതൽ ഡിമാൻഡ്. അതുമല്ല മാമിന് അർജന്റ് ആയിട്ട് വേണമെന്ന് പറഞ്ഞപ്പം ഞാനങ്ങ് ജപ്പാനിന്ന് വരുത്തിച്ചതാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് ആ ഫോട്ടോയിൽ കണ്ട കളർ തന്നെ വേണം. എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. കമോൺ മാം, ഈ കളറിലൊക്കെ എന്ത് സാറ്റിസ്ഫാക്ഷൻ ഉള്ളത്? മാം വന്നൊന്ന് ഇരുന്ന് നോക്ക്, എന്ത് കംഫർട്ടാന്ന് അറിയൂ പ്ലീസ്. നല്ല കംഫർട്ട് ഇല്ലേ മാഡം? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. പറഞ്ഞാ മനസ്സിലാവുന്നില്ലേ? ഇതൊന്നും എടുത്തോണ്ട് പോയേ, ഞാനേ വേറെ നോക്കിക്കോളാം. അങ്ങനെ തിരിച്ചുണ്ടോ പറ്റത്തൊന്നുമില്ല. ഇതിലിപ്പോ എന്റെ ഓപ്പി ഇരിക്കുന്ന. എടോ എനിക്കിത് വേണ്ട. എടോ താൻ ഇപ്പൊ ഇത് വാങ്ങിയില്ലെങ്കിൽ തന്നെക്കാൾ കുഴപ്പം എനിക്കാ. ഇതും കൊണ്ട് ഞാൻ കൂടി ചെല്ലാൻ പറ്റത്തില്ല. അതെന്റെ പപ്പാന്റെ കടയാ, കാശിന് കുറച്ച് ആവശ്യം വന്നപ്പോ ഞാൻ കേറിയുന്നതാ. അതിന് ഇത് സെയിൽ ചെയ്താലേ എന്റെ പ്രശ്നങ്ങളൊക്കെ മാറത്തുള്ളൂ. തന്റെ പ്രശ്നം മാറാൻ ഞാൻ എനിക്ക് സാറ്റിസ്ഫൈഡ് ഉള്ള സാധനം പൈസ കൊടുത്ത് വാങ്ങുന്നേ. ശരി ഓക്കെ, താനിത് വാങ്ങണ്ട. പക്ഷെ ഇന്നൊരു ദിവസം ഇതൊന്നും ഇവിടെ വെക്കാവോ പ്ലീസ്? പ്ലീസ് പ്ലീസ് ഇന്നൊരു ദിവസം പ്ലീസ് പ്ലീസ്, ഇന്ന് മാത്രം. ഞാൻ നാളെ കാലത്ത് വരാം. സോറി, ഇന്നൊരു ദിവസം പ്ലീസ് പ്ലീസ് പ്ലീസ്, ഇന്നൊരു ദിവസം. നാളെ വരാം, ഉറപ്പായിട്ടും നാളെ വരാം. നീ ആ ചെറുക്കനോട് എന്തിനാ ദേഷ്യപ്പെടാൻ പോയേ? അവൻ കഷ്ടപ്പെട്ട് നീ പറഞ്ഞ സാധനവും കണ്ടുപിടിച്ച് വീട്ടിൽ കൊണ്ടുവന്നപ്പോ കളർ പോരാന്നൊക്കെ പറഞ്ഞു വിട്ടത് തീരെ ശരിയായില്ല. അമ്മേ ക്ലോസറ്റ് എന്ന് പറഞ്ഞ എന്താ? അതെന്താണെന്ന് ഞാൻ പറഞ്ഞു തരണോ? അമ്മേ കേക്ക്, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസ് ആണ് ഈ ബാത്റൂം അല്ലേ? അതിലെ ചെയറാണ് ഈ ക്ലോസറ്റ്. അവിടെ ഇരുന്ന് സ്വപ്നം കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അവിടെ ഇരുന്ന് സങ്കടപ്പെടാത്തവരില്ല, ചിരിക്കാത്തവരില്ല. അത് മാത്രല്ല, അവിടെ ഇരിക്കുമ്പോഴാത്രേ ഈ വലിയ വലിയ ചിന്തകളൊക്കെ വരുന്നത്. അമ്മയ്ക്കൊരു കാര്യം അറിയോ? അമ്മയ്ക്ക് എന്നെ പറ്റി അറിയാത്ത പലതും നമ്മുടെ വീട്ടിലെ ബാത്റൂമിൽ അറിയാം. അതുകൊണ്ട് എന്റെ വീട്ടിലെ ക്ലോസറ്റ് ആകുമ്പോ എനിക്ക് ഇത്ര സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വേണം. ഓഫീസ് ഉള്ളോണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നത്? നാളെ മറ്റന്നാൾ ഓഫീസില്ലല്ലോ, അപ്പൊ എന്ത് ചെയ്യും? അതൊക്കെ ഞാൻ സെറ്റ് ആയിക്കോളാം അമ്മേ. അമ്മ ഒന്ന് വെച്ചിട്ട് പോയേ. നിനക്ക് പ്രാന്ത. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തെങ്കിലും ചെയ്യും. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഈ നേരത്ത് ചേട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ഞാൻ നാളെ ഇട്ടിട്ടുണ്ടായിരുന്നു, വന്നില്ലേ? നാളെ വരും കേട്ടോ, ഉറപ്പായിട്ടും. ശരി എന്നാ. ഹലോ, നാളെ ഞാൻ വരാം, ഉറപ്പായിട്ടും വരാം. നാളെ വരണം. ഓക്കെ. ചേട്ടാ വെക്കില്ലേ ഇവിടെ? ഇല്ലല്ലോ. ഇല്ലേ? നാളെ വരാതെ, നാളെ ഉറപ്പായിട്ടും വരും. ശരി, നാളെ വരാം. അത് കസ്റ്റമറോട് പറഞ്ഞു. ഉറപ്പായിട്ടും ഞാൻ നാളെ കൊണ്ടുപോകും, ഉറപ്പായിട്ടും. നാളെ വരാം. നമുക്കൊരു പണിയൊന്നും. അയ്യോ മാഡം, ഞാൻ നാളെ നിർത്തോളാം മാഡം. പ്ലീസ് പ്ലീസ്, നോ മോർ എക്സ്ക്യൂസസ്. നാളെ നിർത്തോളാം, ഉറപ്പായിട്ടും. നാളെ കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. അതിനുള്ളിൽ വന്ന് എടുത്തോണം, ഇല്ലെങ്കിൽ എറിഞ്ഞ് പൊട്ടിക്കും. സോറി, നാളെ വരാം കേട്ടോ, പ്ലീസ്. സോറി. ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. എവിടെ വരണം? ശരി ശരി. Madam, we have all solution for every sanitary problems. Life is easy, make it easy. മാഡം വന്നൊന്നിരുന്ന് നോക്ക്, എന്തൊരു കംഫർട്ടാന്ന് അറിയോ?
ഹായ്. ഞാൻ നിന്നെ വിളിക്കാതിരിക്കായിരുന്നു. ആ ഞാൻ ആ ക്ലോസറ്റ് എടുക്കാൻ വന്നിരുന്നു. വാ. എടോ, ഞാനൊരു കാര്യം പറയട്ടെ. നല്ലൊരു ഫോട്ടോഗ്രാഫർ ആവാനായിരുന്നു എൻ്റെ പാഷൻ. ഒരു ക്യാമറ വാങ്ങിക്കാനാ പപ്പേൻ്റെ ഇടയ്ക്ക് നിന്നത്. എടോ, തനിക്കൊരു കാര്യം അറിയാവോ? ഈ മന്ദൻ്റെ ഒരു ക്ലോസറ്റെങ്കിലും വിറ്റാലേ കാശ് ചേർത്തുള്ളൂ പപ്പ പറഞ്ഞേക്കുന്നത്. ഞാൻ എവിടെ നിന്നെടുത്ത് വിൽക്കാനാ? എനിക്കാകപ്പാടെ അറിയുന്ന പണി ഈ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഒക്കെ അല്ലേ. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലുമൊക്കെ തൻ്റെ കൈയും കാലും പിടിച്ച് ഇവിടെ വരെ കൊണ്ട് എത്തിച്ചേക്കുന്നത്. ഇതിൻ്റെ കാശിപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാമറ വാങ്ങിക്കുമ്പം കുറഞ്ഞ ഒന്ന് നോക്കി വാങ്ങിക്കണം. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷെ കുഴപ്പമില്ലടോ, താൻ ഹാപ്പി അല്ലേ? അത് മതി. എടോ, ആക്ച്വലി എനിക്കിത് ഓക്കെ ആണ്. ഞാൻ കംഫർട്ടാണ്. ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞോണ്ടാണോ? അല്ലടോ, ഞാൻ ശരിക്കും സാറ്റിസ്ഫൈഡ് ആണ്. ഉറപ്പായിട്ടും? ആടോ, സത്യം. താങ്ക് യു. ഞാനെന്നാ കൊണ്ട് ഫിറ്റ് ചെയ്യട്ടെ. എനിക്കിപ്പോൾ ഈ ഫ്ലഷിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നറിയാവോ? എന്താ? വീട്ടിൽ ആരും കാണാതെ സിഗ് വലിച്ചിട്ട് അത് കണ്ടുപിടിക്കത്തില്ലെന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അതാണ് എനിക്കിപ്പം ഈ ഫ്ലഷിൻ്റെ സൗണ്ട്. പിന്നെ എൻ്റെ അമ്മാമ പറയാറുണ്ട്, എൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ആക്കിയാൽ മതിയെന്ന്. അത് ശരിയാടോ. ശരിക്കും ബാത്റൂം എന്ന് പറഞ്ഞാൽ ഒരു സീക്രട്ട് സ്പേസ് അല്ലേ? ആർക്കും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാവുന്ന സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലം. അതെ, ഹെവൻ ഓഫ് ഹോം അല്ലേ? അല്ല, എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻസ് ഇനി? ചേട്ടാ, A7 അത്രയും ഉണ്ടോ?